ഹലോ ഫ്രണ്ട്സ്, ഞാൻ വിശാൽ പി തോമസ്. എല്ലാവർക്കും എൻ്റെ പുതിയ യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് പുതിയ കാര്യങ്ങൾ ചെയ്യാൻ ഭയമാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പം ചെയ്യുന്ന ജോലിയിൽ നിന്ന് മാറി പുതിയൊരു ജോലി ചെയ്താലോ ചിന്തിക്കുമ്പോൾ തന്നെ ഭയമാണ്. പുതിയ ജോലി എന്ന് പറഞ്ഞാൽ പുതിയ ആൾക്കാർ, പുതിയ സ്ഥലം, പുതിയ ഉത്തരവാദിത്വം വേണ്ട, എങ്ങനെയെങ്കിലും തട്ടിയും മുട്ടിയൊക്കെ അങ്ങനെ പോയാൽ മതി. ഇനി പുതിയൊരു ബിസിനസ് ചെയ്താലോ, കൈ നനയ്ക്കണോ, റിസ്ക് എടുക്കണോ, നമുക്ക് പേടിയാണ്. എന്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഇങ്ങനെ പേടി സംഭവിക്കുന്നു? മെൽ ഗിബ്സൺ സംവിധാനം ചെയ്ത് വളരെ മനോഹരമായൊരു സിനിമയുണ്ട്. ആ സിനിമയുടെ പേരാണ് അപ്പോക്കലിപ്റ്റോ. അപ്പോക്കലിപ്റ്റോ എന്ന വാക്കിൻ്റെ അർത്ഥം ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ പുതിയ തുടക്കം അല്ലെങ്കിൽ ഒരു ന്യൂ ബിഗിനിങ് എന്നാണ്. അപ്പോൾ ഈ സിനിമ ഒത്തിരിയധികം സന്ദേശങ്ങൾ നൽകുന്നുണ്ടെങ്കിലും ഈ സിനിമയിലെ 2 സീനുകൾ എന്നെ ഒത്തിരിയധികം ആകർഷിച്ചു, സ്വാധീനിച്ചു. അത് വളരെ ലളിതമായിട്ട് ഞാൻ പറയാം. അപ്പോക്കലിപ്റ്റോ എന്ന സിനിമയിലെ നായകൻ്റെ പേര് ജാഗ്വാർ പോയ് എന്നാണ്. നമുക്ക് അദ്ദേഹത്തെ പോയ് എന്ന് വിളിക്കാം. ഒരിക്കൽ പോയും പിതാവും കാട്ടിൽ നായാടിക്കൊണ്ടിരുന്നപ്പോൾ മറ്റു ചില ഗോത്രവർഗ്ഗക്കാരെ കണ്ടപ്പോൾ പോയുടെ മനസ്സിലാകെ ഭയം നിറഞ്ഞു. ഇത് കണ്ട് പോയുടെ പിതാവ് പറയുന്ന വളരെ മനോഹരമായ ഒരു ഡയലോഗുണ്ട്. അത് ഇപ്രകാരമാണ്: എൻ്റെ മകനെ, ഈ ഭയം എന്ന് പറയുന്നത് അതൊരു രോഗമാണ്. അത് ആരുടെ ആത്മാവിനെ കീഴ്പ്പെടുത്തുന്നുവോ അവർക്ക് പിന്നെ ഒന്നും ചെയ്യാൻ സാധ്യമല്ല. ഞാൻ നിന്നെ വളർത്തിയത് ഭയത്തോടു കൂടി ജീവിക്കുവാൻ വേണ്ടിയല്ല. അതുകൊണ്ട് ഇന്ന് ഈ കാട്ടിൽ നിന്ന് പോകുന്നതിന് മുമ്പ് നിൻ്റെ മനസ്സിൽ നിന്ന് നീ ഭയം നീക്കിയിരിക്കണം. വളരെ മനോഹരമായൊരു ഡയലോഗ്. പിന്നെ 2ാമത്തെ സീൻ ഇതാണ്. ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ആ സിനിമയിൽ പോയുടെ മുമ്പിൽ വെച്ച് പോയുടെ പിതാവ് കൊല്ലപ്പെടുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ കത്തിയിരിക്കുമ്പോഴും അദ്ദേഹം തൻ്റെ മകനോട് പറയുന്ന അവസാന സന്ദേശം ഇതാണ്: മൈ ഡിയർ സൺ, ഡു നോട്ട് ബി അഫ്രൈഡ്. എൻ്റെ മകനെ, നീ ഒരിക്കലും നിൻ്റെ ജീവിതത്തിൽ ഭയപ്പെടരുത്. ഈ 2 സന്ദേശങ്ങളാണ് ആ സിനിമയിൽ എന്നെ ഒത്തിരിയധികം ആകർഷിച്ചത്. അതിനുശേഷം പിതാവിൻ്റെ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് തൻ്റെ ജീവിതത്തിൽ വിജയം വരിക്കുന്നതാണ് ആ സിനിമയുടെ കഥ. ഒരിക്കലൊരു രാജാവിൻ്റെ മുമ്പിൽ ഒരു കൊടും കുറ്റവാളിയെ കൊണ്ടുവന്നു. രാജാവ് അവന് വധശിക്ഷ വിധിച്ചു. പക്ഷേ വധശിക്ഷ വിധിച്ചു കഴിഞ്ഞപ്പോൾ രാജാവ് പറഞ്ഞു, എന്തായാലും നിനക്ക് മരണം ഉറപ്പാണ്, പക്ഷേ നിനക്ക് എന്നൊരു ചോയ്സ് തരാം. എങ്ങനെ മരിക്കണമെന്ന് നിനക്ക് തീരുമാനിക്കണം. ഒന്നാമതായിട്ട് ഈ കാണുന്ന കൊലക്കയർ നിനക്ക് തിരഞ്ഞെടുക്കാം. 2ാമത്തത് ഈ കാണുന്ന അടഞ്ഞ വാതിൽ. അതിൻ്റെ പിന്നിലും മരണമാണ്, പക്ഷെ അതെന്താണെന്ന് ഞാൻ പറയില്ല. കുറ്റവാളി എടുത്ത വായിൽ പറഞ്ഞു, രാജാവേ, എനിക്ക് ഈ കാണുന്ന കൊലക്കയർ മതി. അവൻ്റെ കഴുത്തിൽ കൊലക്കയർ മുറുകിക്കൊണ്ടിരുന്നപ്പോൾ അവൻ ചോദിച്ചു, എൻ്റെ ജിജ്ഞാസ മൂലം ഞാൻ ചോദിക്കുമോ രാജാവേ, അടഞ്ഞ വാതിലിൻ്റെ പിന്നിൽ എന്താണ്? രാജാവ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എടാ, എൻ്റെ മുന്നിൽ ആരെയൊക്കെ കൊണ്ടുവന്നോ, ഞാൻ ആർക്കൊക്കെ മരണശിക്ഷ വിധിച്ചോ, എല്ലാവർക്കും ഈ 2 ചോയ്സ് നൽകിയത്. പക്ഷേ ആർക്കും ആ അടഞ്ഞ വാതിൽ വേണ്ട. അപ്പോൾ കുറ്റവാളി വീണ്ടും ചോദിച്ചു, രാജാവ്, എൻ്റെ അവസാനത്തെ ആഗ്രഹമാണ്, എന്താണ് അടഞ്ഞ വാതിലിൻ്റെ പിന്നിൽ? രാജാവ് പറഞ്ഞു, ആ അടഞ്ഞ വാതിലിൻ്റെ പിന്നിലാണ് സ്വാതന്ത്ര്യം. എന്നാൽ അറിയപ്പെടാത്ത ആ വാതിലിൽ പ്രവേശിക്കുവാൻ ആർക്കും താല്പര്യമില്ല. പ്രിയ സ്നേഹിതേ, നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും അടഞ്ഞു കിടക്കുന്ന വാതിലുകളിലൂടെ റിസ്ക് എടുത്ത് പ്രവേശിച്ചാൽ അതിൻ്റെ പിന്നിൽ പല സ്വാതന്ത്ര്യവും വിജയവും നമ്മളെ കാത്തിരിപ്പുണ്ട്. പക്ഷേ പലപ്പോഴും നമുക്ക് റിസ്ക് എടുക്കാൻ പേടിയാണ്. ഒരു പുതിയ ജോലിയിലേക്ക് മാറുവാനോ, പുതിയ ബിസിനസ് വിൽ പവർ കൊണ്ട് അല്ലെങ്കിൽ മനസ്സിൻ്റെ ശക്തി ആർജിച്ച് തുടങ്ങുവാനോ പലപ്പോഴും നമുക്ക് സാധിക്കാറില്ല. എന്നാൽ ഒന്ന് ചുവട് വെച്ച് നോക്കിക്കേ, അറിയപ്പെടാത്ത വാതിലിലൂടെ ഒന്ന് പ്രവേശിച്ച് നോക്കിക്കേ, അപ്പോഴാണ് അവിടെ വിജയം നമ്മളെ കാത്തിരിക്കുന്നത്. പലപ്പോഴും നമ്മൾ നമ്മുടെ കംഫർട്ട് സോണില്ല, നമുക്കൊരു സുരക്ഷിതത്തിൻ്റെ മേഖലയുണ്ട്, റിസ്ക് എടുക്കാത്തൊരു മേഖല. ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോഴത്തെ ജോലി ഒരു കുഴപ്പമില്ല, തട്ടിയും മുട്ടിയൊന്ന് പോകും. ആ സുരക്ഷിതത്തിൻ്റെ മേഖലയിൽ നിന്ന് ഒന്ന് വെളിയിലേക്ക് വന്ന് നോക്കിയേ, എന്നിട്ടൊന്ന് റിസ്ക് എടുത്ത് നോക്കിയേ, ആദ്യത്തെ ചൂടൊന്ന് വെച്ച് നോക്കിക്കേ, വിജയം പലപ്പോഴും നമ്മളെ തേടി വരും. ഇനി ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്നൊരു ചെറിയ ഉദാഹരണം പറയാം. ഒരിക്കൽ ഞാനൊരു പുതിയ കമ്പനിയിൽ ജോലി ചെയ്തപ്പോൾ അന്ന് അവിടുത്തെ ഡ്രൈവർ വന്നില്ലായിരുന്നു. അപ്പോൾ അവിടുത്തെ മാനേജർ വന്നതിനോട് ചോദിച്ചു, വിശാലിന് ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളതല്ലേ? ഞാൻ പറഞ്ഞു, ഉണ്ടല്ലോ. എന്നാൽ ആ കാർ എടുത്തുകൊണ്ട് പോയി ആ ചെറിയ ജോലി ഒന്ന് ചെയ്തിട്ട് വരാമോ? ഞാൻ പറഞ്ഞു, പോകാം. ഞാൻ ചെന്ന് നോക്കിയപ്പോൾ കാറിന് പകരം ഫോഴ്സിൻ്റെ ക്രൂയിസർ എന്ന് പറയുന്ന വലിയൊരു ജീപ്പ്. അത് വലുതെന്ന് പറയാൻ കാരണം ഞാൻ അന്നേ നാൾ വരെ 800 മാത്രമേ ഓടിച്ചിട്ടുള്ളൂ. എൻ്റെ മനസ്സിനാകെ പേടി. പക്ഷെ ഞാൻ 2ഉം കൽപ്പിച്ച് ആ വണ്ടിയിൽ കയറിയിരുന്നു. അതിൻ്റെ ഗിയർ സിസ്റ്റം പോലും വ്യത്യാസമായിരുന്നു. ഞാൻ മെല്ലെ 2nd ഗിയറിലും 3rd ഗിയറിലും വിട്ട് ആരെയും ബുദ്ധിമുട്ടിക്കാതെ മെല്ലെ ഓടിച്ചുകൊണ്ട് പോയി ആ ജോലി തീർത്ത് തിരിച്ചു വന്നു. അന്ന് ഞാൻ ധൈര്യപൂർവ്വം ആ വണ്ടി എടുത്തുകൊണ്ട് പിന്നീട് ആ കമ്പനിയിലെ 10ഓ 12ഓ കാറും പലതരത്തിലുള്ള വണ്ടി ഉണ്ടായിരുന്നു. എൻ്റെ ആവശ്യങ്ങൾക്ക്, എൻ്റെ ജോലിക്ക് വേണ്ടി ഏത് വണ്ടി എടുക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്ക് ലഭിച്ചു. അങ്ങനെ ഞാൻ അവിടുത്തെ വണ്ടി ഓടിച്ച് എൻ്റെ കൈ തെളിച്ചു. അന്ന് ഞാൻ ആ വണ്ടി എടുത്തില്ലായിരുന്നെങ്കിൽ ഇപ്പോഴും 800 ഓടിച്ച് ഞാൻ ചുറ്റിക്കറങ്ങിയാണ്. ഇനി ഞാൻ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചൊരു കാര്യം ഷെയർ ചെയ്യാം. അവനൊരു സോഷ്യൽ വർക്കറാണ്. ഒരിക്കലും അവൻ വലിയൊരു കമ്പനിയിൽ ഇൻ്റർവ്യൂവിന് പോയി. അവർ 2 ചോദ്യങ്ങളെ ചോദിച്ചുള്ളൂ. താങ്കൾക്ക് ഡേറ്റ അനാലിസിസ് അറിയാമോ, എക്സൽ അറിയാമോ? ഇത് 2ഉം അവൻ അറിയില്ലായിരുന്നു. അവൻ നെഞ്ചു നിവർത്തി പറഞ്ഞു, എനിക്കറിയാം, ഐ നോ ഇറ്റ്, ഐ ക്യാൻ ഡു ഇറ്റ്. അവൻ ഓഫർ ലെറ്റർ കൊടുത്തു. അപ്പോൾ അവൻ പറഞ്ഞു, എനിക്ക് 1
മാസത്തെ സാവകാശം വേണം നിങ്ങളുടെ കമ്പനി ജോലി ചെയ്യാൻ. ഇറ്റ്സ് ഓക്കെ, അവർ ഓക്കെ പറഞ്ഞു. അവൻ എന്ത് ചെയ്ത്, അവൻ യൂട്യൂബിൽ പോയി ഡേറ്റ അനാലിസിസിൻ്റെയും എക്സലിൻ്റെയും ഒക്കെ ബാലപാഠങ്ങൾ പഠിച്ചെടുത്തു. തൊട്ടടുത്തുള്ളൊരു ഇൻ്റർനെറ്റ് കഫേയിൽ പോയി ഒരു കോഴ്സിന് ചേർന്ന്, എന്നിട്ട് 1 മാസത്തിന് ശേഷം നെഞ്ചു നിവർത്തിയ കമ്പനിയിൽ ജോലിക്ക് ചെന്നു. ആദ്യമൊക്കെ അവൻ ഒത്തിരിയധികം ഡൗട്ട്സ് ഉണ്ടായിരുന്നു. അതെല്ലാം അവൻ അടുത്ത സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കും. അവർ അവനെ ഹെൽപ്പ് ചെയ്തു. ഇന്ന് ആ കമ്പനിയിൽ നമ്പർ 1 പോസ്റ്റിൽ നമ്പർ 1 സാലറിയിൽ അവൻ ജോലി ചെയ്യുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഈ പേടി ഒന്ന് ഓവർകം ചെയ്ത് ആദ്യത്തെ സ്റ്റെപ്പ് വെക്കാൻ സാധിക്കുവാണെങ്കിൽ ബാക്കിയൊക്കെ നമ്മുടെ പിന്നാലെ വരും. പലപ്പോഴും ആദ്യത്തെ സ്റ്റെപ്പ് വെക്കാനാണ് നമുക്ക് ഭയം. അതുകൊണ്ടല്ലേ മഹാനായ എഴുത്തുകാരൻ പൗലോ കൊയ്ലോ തൻ്റെ ആൽക്കമിസ്റ്റ് എന്ന പുസ്തകത്തിൽ ഇപ്രകാരം പറയുന്നത്, നിങ്ങളുടെ ലക്ഷ്യം എന്തായിക്കൊള്ളട്ടെ, ആദ്യത്തെ ചുവടൊന്ന് വെച്ച് നോക്കിക്കേ, ഈ പ്രപഞ്ചം മുഴുവൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും, ഈ ലോകം മുഴുവൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. ഇനി ഞാൻ പറയും, എല്ലാ പേടിയുടെ പിന്നിലും ഓരോ അവസരങ്ങളുണ്ട്. എല്ലാ ഭയവും നമുക്ക് ഓരോ അവസരങ്ങളാണ് നൽകുന്നത്. രണ്ടും കൽപ്പിച്ച് ആ പേടിയെ ഒന്ന് തിരിച്ചാക്രമിച്ച് നോക്കിക്കേ. എന്താണോ നമ്മുടെ ഭയം, അതൊക്കെ ഒന്ന് രണ്ടും കൽപ്പിച്ച് മുമ്പോട്ട് പോയി സ്വീകരിച്ച് നോക്കിക്കേ, വിജയം നമ്മുടെ പിന്നാലെ വരും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ ഭയം മാറ്റി നമ്മുടെ വിൽ പവർ ഉപയോഗിച്ചുകൊണ്ട് എല്ലാ ഭയങ്ങളും ഒരവസരങ്ങളാണെന്ന് മനസ്സിലാക്കി മുന്നേറി ജീവിത വിജയം കൈവരിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക് യു.